ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ രാവിലെ എനിക്ക് പള്ളിയിൽ പോയിട്ടുണ്ട്. മഴയൊക്കെ ആയിട്ടും പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് സാഹിത്യ സമാജത്തിൻ്റെ മരിയൻ എക്സിബിഷൻ എന്ന് നമ്മളെ പള്ളിയിൽ. ഇപ്പോൾ വെൽക്കമൊക്കെ കയറി നമ്മൾ കയറാനകത്ത് ചെറുക്കന്മാരെല്ലാം ഇവിടെ അകത്ത് കയറി നിൽക്കുകയാണ്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുകൊണ്ട് പോവുകയാണ്. എല്ലാ ചെറുക്കന്മാരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കണം. ഒക്കെയാണ് മാതാവിൻ്റെ പ്രതിമകളും മാതാവിൻ്റെ ഫോട്ടോ ജോമാലകൾ ഇതൊക്കെയാണ് എക്സിബിഷനിൽ മെയിനായിട്ട് വയ്ക്കുന്നത്. പഴയ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവർ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി നാരങ്ങയിലൊക്കെ ഉണ്ടാക്കിയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ഥലത്തെത്തി ഇപ്പോൾ ജോബിനൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവിടുന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നടക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് കണ്ട് എല്ലാം പോകണം. ഇതൊക്കെയാണ് സംഭവം. ഇവിടെ മാതാവിൻ്റെ കുറേ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത്ര സെറ്റപ്പ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ടി വി ഒക്കെ വെച്ചിരുന്നു. എന്തിനും ടി വി വെച്ചിരിക്കണമെന്തോ, ടി വി ഒക്കെ ഓടാത്ത ടി വിയും കൊണ്ട് വെച്ചിരുന്നു. ഇവിടെ മാലയൊക്കെ വലിയ മാലയൊക്കെ ഉണ്ടാക്കുന്നത്, ഒക്കെ നാരങ്ങയൊക്കെ ജോമാലയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിൽ വലിയ മാലകൾ അവർ തടിയിലൊക്കെ കൊത്തിപ്പറിക്കി ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇതെന്താ സംഭവമാണോ? കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറുതായിട്ടൊരു സംഭവമാണ്. ഇപ്രാവശ്യം വലുതായിട്ട് നമ്മളെ സൈനണ്ണനൊക്കെ സൈനണ്ണനും സുബിനണ്ണനും ഇവിടെ വന്നപ്പോൾ ഇവിടെ നിതിനാണ് എല്ലാവരെയും വെൽക്കം ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളെ ഗ്രൂപ്പാണത്. നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഓരോ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ വരിയായിട്ട് പോവുകയാണ്. അങ്ങനെ ഓരോരുത്തർ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലൊന്നും ഉറക്കുന്നില്ല. ഫുൾ ഉറക്കമൊന്നും വൈകുന്നേരം വരെ കിടന്നുറക്കമാണ് ഞാൻ. എന്ത് സംഭവിക്കുമെന്തോ വൈകുന്നേരം തന്നെ അറിയാം. എല്ലാം കഴിഞ്ഞ് അങ്ങനെ രാത്രിയായപ്പോൾ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായയും കുടിച്ചു വല്ലതും കഴിച്ചും കൊണ്ട് കിടന്നോളണം. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.